بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. എല്ലാവരും സുഖമല്ലേ? നാട്ടിൽ ഉള്ളവരൊക്കെ ഓക്കെ ആണോ? സേഫ് ആണോ? അള്ളാഹു ദുരന്തം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ കലാമിറ്റിയിൽ കൂടെ കടന്നു പോകുന്ന എല്ലാ ഫാമിലീസിനും കുടുംബത്തിനും സഹോദരങ്ങൾക്കും സമാധാനവും ശക്തിയും സബറും ഒക്കെ നൽകട്ടെ. ആമീൻ. അവർക്ക് വേണ്ട റിസ്ക് എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ. അതേപോലെ ഇതിൽ നിന്ന് കരകയറാൻ ഇമ്മൻസ് ഹെൽപ്പ് റബ്ബ് എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ. അതേപോലെ റബ്ബിലേക്ക് മടങ്ങിയവർക്ക് ജന്നത്തിൽ ഏറ്റവും ഉയർന്ന പദവി നൽകട്ടെ. ആമീൻ. ബാക്കി നിങ്ങളൊക്കെ സേഫ് ആണെന്ന് വിചാരിക്കുന്നു. വയനാടുള്ളവർ കുറേ പേരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? എളുപ്പാക്കി തരട്ടെ എല്ലാവർക്കും. ആമീൻ. ഇത് നമുക്ക് വലിയ പാഠവുമാണ്. അൽഹംദുലില്ലാ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെയുള്ളത് നിങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വലിയ ഡൗട്ട്സ് ഒന്നും വന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ക്ലിയർ ആയെന്നാണ് വിചാരിക്കുന്നത്. അതോ ക്ലിയർ ആവാത്ത കൊണ്ടിട്ടാണോ ഡൗട്ട്സ് വരാഞ്ഞെന്നും അറിയില്ല. ക്ലിയർ അല്ലേ? 12th ലെസൺ വരെ, 12ാമത്തെ ലെസൺ വരെ? ഓക്കെ. അൽഹംദുലില്ലാ. അപ്പൊ ഇനി നമ്മൾ അടുത്തൊരു ലെവൽ മുകളിൽ കയറുകയാണേ. ഇനി എന്താ പറയാ, ബുക്ക് 1 അല്ലെങ്കിൽ ബേസിക് ഗ്രാമറിന്റെ ഹൈസ്കൂൾ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ നമ്മൾ ബേസിക് ഫൗണ്ടേഷൻ എല്ലാം കഴിഞ്ഞു. അതെല്ലാം വെച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ലെവൽ കയറാണ്. ഇന്നത്തെ നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ഇനിയുള്ള ലെസൺസിലേക്കൊക്കെ അത് ആവശ്യമുള്ള കാര്യങ്ങളാണ്. പ്ലൂറലാണ്, ജമാണ്. അതിനി നിങ്ങൾക്ക് മുസ്ഹാഫ് തുറക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഡിഫറൻസും വളരെ ബിഗ് ആണ്. വലിയ ഡിഫറൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിസ്മില്ലാ. സാധാരണ നമ്മൾ പറയുമ്പോൾ മുഫ്രദ്, മുസന്ന, ജമ എന്നാണ്. ആ ഒരു ഓർഡറിലാണ് നമ്മൾ എപ്പോഴും പറയാറ്. മുസന്ന ജമന് ശേഷമായിരിക്കും നമ്മൾ എടുക്കുക. ഓക്കെ, കാരണം ജമ അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. ലെസണിൽ ബുക്കിൽ വരുന്നതും ബുക്ക് 1 നിങ്ങൾക്ക് ഓർഡർ വരുന്നതും അങ്ങനെയാണ്. അപ്പോൾ ജമ പഠിച്ച് കഴിഞ്ഞാൽ മുസന്നയിലൊക്കെ പോകാൻ വളരെ ഈസി ആയിരിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബിസ്മില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്ലൂറൽ എന്താണ് അറബി പദം ബഹുവചനത്തിന്? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ജമാണ്. യെസ്, മുഫ്രദ്, മുസന്ന, ജമ. അതിൽ ജമാണ്. ജമിന്റെ പ്ലൂറൽ, കാരണം നമ്മൾ പ്ലൂറൽസ് ആണ്, ബഹുവചനങ്ങളെ കുറിച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അൽ ജുമൂ എന്നാണ് ജമിന്റെ ബഹുവചനം. ഓക്കെ, പ്ലൂറൽ ബേസിക്കലി പ്ലൂറൽസ് അല്ലെങ്കിൽ ബഹുവചനങ്ങൾ. നമുക്ക് അറബി ഭാഷയിൽ ജുമു അല്ലെങ്കിൽ ജമ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ നൗൺസിനെ അല്ലെങ്കിൽ നാമങ്ങളെ 2 തരത്തിലുള്ള ജമ ആയിട്ട് തിരിക്കാം. ഒന്ന് സൗണ്ട് പ്ലൂറൽ എന്ന് പറയും ഇംഗ്ലീഷിൽ. അല്ലെങ്കിൽ മലയാളത്തിൽ സുരക്ഷിത
ബഹുവചനം. സോറി, റൈറ്റിംഗ് ക്ലിയർ ആണോ? സുരക്ഷിത ബഹുവചനം. അതെ. ഓക്കെ, സൗണ്ടും പിന്നൊന്ന് ബ്രോക്കൺ ആണ്. ബ്രോക്കൺ പ്ലൂറൽ. വിഭിന്ന ബഹുവചനം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, സൗണ്ടും ബ്രോക്കൺ അല്ലെങ്കിൽ സുരക്ഷിത അല്ലെങ്കിൽ വിഭിന്ന രണ്ടായിട്ട് തിരിക്കുക. ഇതിന്റെ വാക്കർത്ഥം പോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു നൗൺ അല്ലെങ്കിൽ ഒരു ഇസ്മിനെ എടുക്കുകയാണെങ്കിൽ ആ ഇസ്മ് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ ഇസ്മിന്റെ ലെറ്റേഴ്സിനെ, അതിന്റെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ റൂട്ട് ലെറ്റേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം, അതിന്റെ അക്ഷരങ്ങളെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് അതിന്റെ അകത്തോട്ട് എക്സ്ട്രാ അല്ലെങ്കിൽ അധികമായിട്ട് അക്ഷരങ്ങളെ ചേർക്കുന്നതിനെയാണ് നമ്മൾ സൗണ്ട് പ്ലൂറൽ അല്ലെങ്കിൽ സുരക്ഷിത ബഹുവചനം എന്ന് പറയുന്നത്. എക്സ്ട്രാ ലെറ്റേഴ്സ് ആഡ് ചെയ്യും. ഓക്കെ, ആ നാമം അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ആ നാമത്തിന് പ്രത്യേകിച്ച് അതിന്റെ അക്ഷരങ്ങൾക്കൊന്നും മാറ്റം സംഭവിക്കില്ല. അതിന്റെ അകത്തോട്ട് എക്സ്ട്രാ ആയിട്ട് അധികമായിട്ട് നമ്മൾ അക്ഷരങ്ങളെ ചേർക്കും. അതേസമയം ബ്രോക്കൺ പ്ലൂറൽ ആ വാക്കിൽ തന്നെയുണ്ട്. എന്താ സംഭവിക്കുന്നത്? വിഭിന്ന ബഹുവചനം എന്ന് പറയുന്നത് ആ ജമയിനെ, ആ ലെറ്റേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് ബ്രേക്ക് ചെയ്യും. അതിരിക്കുന്ന പൊസിഷനിലായിരിക്കില്ല ഇരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ റജുലുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റജുലുന്റെ സ്ട്രക്ചറെ മാറ്റിക്കളയും. അക്ഷരങ്ങൾ അവിടെ ഉണ്ടാകും, പക്ഷെ അതിന്റെ ആ റജുലുൻ എന്ന് പറയുന്ന രീതിക്കായിരിക്കില്ല നമ്മൾ കാണുന്നത്. വേറെ രീതിയിൽ അക്ഷരങ്ങളൊക്കെ മാറി ബ്രോക്കൺ ആയിട്ടായിരിക്കും കാണുക, മുറിക്കപ്പെടും. ഓക്കെ, അതേസമയം സൗണ്ട് പ്ലൂറൽ എന്ന് പറയുന്നത്, എനിക്ക് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സൗണ്ട് പ്ലൂറൽ എന്ന് പറയുന്ന ഫോർ എക്സാമ്പിൾ മുസ്ലിമുൻ. മുസ്ലിമുൻ എന്ന് പറയുന്ന വാക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തോട്ട് ഞാൻ അധികമായിട്ട്, വൈറ്റ് ബോർഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? മുസ്ലിമുൻ. ഓക്കെ, മുസ്ലിമുൻ നമുക്കറിയാം മുഫ്രദാണ്. അതിനെ ജമാക്കാൻ മുസ്ലിമൂന. അപ്പൊ മുസ്ലിമുൻ എന്നുള്ള വാക്കിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. അറ്റത്ത് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നു? ഊന എന്നുള്ളത് വരുന്നു, മുസ്ലിമൂന. അതേപോലെ ഇപ്പൊ കാഫിറുൻ, ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ജമാണ്. കാഫിറുൻ, കാഫിറൂന. അപ്പൊ ആ മുസ്ലിമുൻ എന്ന് പറയുന്ന വാക്കിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കുന്നു. അതല്ലെങ്കിൽ കാഫിർ പറയുകയാണെങ്കിൽ അതും അങ്ങനെ തന്നെ നിൽക്കുന്നു. അവസാനം നമ്മൾ അധിക അക്ഷരങ്ങൾ ചേർക്കുന്നു. അതിനെയാണ് സൗണ്ട് പ്ലൂറൽ അല്ലെങ്കിൽ സുരക്ഷിത ബഹുവചനം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് അറബിയിൽ പറയുന്നത് ജമ സാലിം എന്നാണ്. ഈ തരത്തിൽ കാണുന്ന ജമയിനെ വിളിക്കുന്ന പേര് ജമ സാലിം. സാലിമിന്റെ അർത്ഥമാണ് ഈ സുരക്ഷിതം അല്ലെങ്കിൽ സൗണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നത്. അതിന് വലിയ മാറ്റം വരുന്നില്ല, അത് ദൃഢമായിട്ട് അവിടെ നിൽക്കുകയാണ് ആ അക്ഷരങ്ങൾ. സാലിം. ഓക്കെ, അപ്പൊ അറബി വാക്കാണ് ഇനി പഠിക്കാനുള്ളത്, ജമ സാലിം. ക്ലിയർ ആണോ? ജമ സാലിം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കുവേ, ജസ്റ്റ് ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് തരുന്നത്. ജമ സാലിം ക്ലിയർ ആണോ? ഓക്കെ, ഇനി ബ്രോക്കൺ. ഓക്കെ, അൽഹംദുലില്ലാ. ബ്രോക്കൺ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അക്ഷരങ്ങൾ അവിടെ ഉണ്ടാകും, പക്ഷെ അത് മുറിക്കപ്പെടും. അങ്ങനെ വരുന്നത് ഫോർ എക്സാമ്പിൾ റജുലുൻ. റജുലിന്റെ അർത്ഥം എന്താണ്? മാൻ. യെസ്, പുരുഷൻ. അതന്നെ.
റജുലുന്റെ ജമ എന്ന് പറയുന്നത് റിജാലുൻ എന്നാണ്. ഇവിടെ നോക്കി എന്താ സംഭവിച്ചേ? നോക്കിക്കഴിഞ്ഞാൽ അക്ഷരങ്ങൾ അവിടെ ഉണ്ട്, പക്ഷെ ആ ഇരുന്ന രൂപത്തിലല്ല നമ്മളിപ്പോ ജമായിട്ട് കാണുന്നത്. അതിന് കുറെ മാറ്റങ്ങൾ വന്നിട്ടാണ് കാണുന്നത്. ഇനി ത്വാലിബുൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ജമ എന്ന് പറയുന്നത് തുല്ലാബുൻ എന്നാണ്. ഇവിടെ നോക്കിയേ, അക്ഷരങ്ങൾ അവിടെ ഉണ്ട്, പോ ല ബ അവിടെ ഉണ്ട്, പക്ഷെ അതിന്റെ രൂപം മാറി. വ്യത്യാസം മനസ്സിലായോ? ഇങ്ങനെ കാണുന്ന ബഹുവചനത്തിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ പ്ലൂറൽ അല്ലെങ്കിൽ ജമനെയാണ്, ബ്രോക്കൺ പ്ലൂറൽ അല്ലെങ്കിൽ വിഭിന്ന ബഹുവചനത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത് ജമ തക്സീർ എന്ന് പറയും. ഓക്കെ, തക്സീർ. കാസറോ അർത്ഥം എന്താണ്? കെസറയുടെ അർത്ഥം എന്താണ്? മക്സൂർ എന്നൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ? ആ യെസ്. കോഫ് അല്ല കേട്ടോ, കോഫ് സോറോ അല്ല, കാസറോ, കാഫ് സീൻ റോ. മക്സൂർ, അൽ കൊലമു മക്സൂർ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. തക്സീർ, അതേ അക്ഷരങ്ങളിൽ തന്നെയാണ് ഈ വാക്കും വരുന്നത്. ഇനിയിപ്പോ നിങ്ങൾ സർഫൊക്കെ പഠിക്കുമ്പോൾ ഇതിന്റെ വ്യത്യാസങ്ങൾ എന്താന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഷാ അല്ലാ. തക്സീർ എന്നും പറയും, അതേപോലെ തന്നെ ബ്രോക്കൺ. യെസ്, തക്സീർ എന്നും പറയും. അതിനെ മുക്കസ്സർ എന്നും നിങ്ങൾ ചില സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. നമ്മളിപ്പോ തക്സീർ എന്നായിരിക്കും ഉപയോഗിക്കുക, മുക്കസ്സർ എന്നും കാണാൻ പറ്റും. ഓക്കെ, ജമുൽ മുക്കസ്സർ അല്ലെങ്കിൽ ജമു തക്സീർ എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ പ്ലൂറൽ ആണ്, വിഭിന്ന ബഹുവചനമാണ്. ക്ലിയർ ആണോ? അപ്പൊ ജുമുഅനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ജമ സാലിമും ജമ തക്സീറും. പേരിൽ തന്നെ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി വെക്കുക. സാലിം എന്ന് പറയുന്നത് ഉറച്ചതാണ്, അതിന് മാറ്റമൊന്നും വരുന്നില്ല. അക്ഷരങ്ങൾ അങ്ങനെ തന്നെ അതിന്റെ പൊസിഷനിൽ ഉണ്ടാകും. എക്സ്ട്രാ അധികമായിട്ട് നമ്മൾ അക്ഷരങ്ങൾ ചേർത്ത് കൊടുക്കും. തക്സീർ എന്ന് പറയുന്നത് അതിന്റെ വാക്കർത്ഥം പോലെ തന്നെ പൊട്ടിയതാണ്. പൊട്ടി അക്ഷരങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് പൊട്ടി അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് മുറിച്ച് മാറ്റം വരുത്തുന്നു, വേറെ രീതിക്ക് അത് മാറുന്നു. ക്ലിയർ ആണോ? ജമ സാലിം ആൻഡ് ജമ തക്സീർ. ഓക്കെ, അൽഹംദുലില്ലാ. യെസ്, ലെറ്റേഴ്സ് അവിടെ ഉണ്ടാകും, പക്ഷെ അതിന്റെ ഫോം മാറുന്നതാണ്, അതിന്റെ രൂപം മാറും. രണ്ടിലും രൂപം മാറും, പക്ഷെ ആ ഒറിജിനൽ നമ്മൾ മുഫ്രദ് എടുക്കുകയാണെങ്കിൽ, സാലിം വെച്ച് നോക്കുകയാണെങ്കിൽ മുഫ്രദിന്റെ അക്ഷരങ്ങൾ അങ്ങനെ തന്നെ അവിടെ ഇരിക്കും, എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യും. അതേസമയം മുക്കസ്സർ അല്ലെങ്കിൽ തക്സീർ എടുക്കുകയാണെങ്കിൽ അക്ഷരങ്ങൾ അവിടെ അതിന്റെ രൂപം മാറിയിട്ട് വേറെ രീതിക്കൊക്കെ ആയിരിക്കും കാണുക. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ജമ സാലിം ആണ്. അഗൈൻ ഇത് നിങ്ങൾക്ക് ഫുൾ പിക്ചർ ഇന്നത്തെ ക്ലാസ്സോടെ കിട്ടില്ല, ഏകദേശം ഒരു ഐഡിയ ആയിരിക്കും. എന്നിട്ട് നമ്മൾ ലെസൺ എല്ലാം എടുത്ത് കുറച്ച് ലെസൺസ് ഉണ്ട്, ഒരു 15-16 ഒക്കെ ലെസൺസ് ഇനി ഇത് തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നമ്മൾ ഇതിന്റെ ഒരു സമ്മറി ചെയ്യും. ഓക്കെ, കുറച്ചുകൂടെ ക്ലാരിറ്റി. നിങ്ങൾക്ക് അപ്പോൾ കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും, ആ ചോദ്യത്തിനുള്ള ഉത്തരവൊക്കെ ഇൻഷാല്ല നമ്മൾ വഴിയെ മനസ്സിലാക്കും. അപ്പൊ ഇപ്പൊ പഠിപ്പിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, അത് വെച്ച് നമ്മൾ കുറച്ച് ലെസൺസ് ചെയ്തിട്ട് നമ്മൾ ബാക്കി നോക്കും ഇൻഷാല്ല. ഓക്കെ, അപ്പൊ ജമ സാലിം ജമ തക്സീർ. ഇവിടെ നമ്മൾ ജമ സാലിം നോക്കുകയാണ്. ജമ സാലിം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലേ? സൗണ്ട് പ്ലൂറൽ അല്ലെങ്കിൽ സുരക്ഷിത ബഹുവചനം. ഇതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ജമ സാലിമിന് രണ്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ ഒന്ന് ജമ മുദക്കർ സാലിം. എന്താണ് അതിന്റെ അർത്ഥം? മറ്റേത് ജമ മുഅന്നസ് സാലിം.
എന്താണ് വ്യത്യാസം? എന്താണ് ജമ മുദക്കർ സാലിമും മുഅന്നസ് സാലിമും? അതെ, മുദക്കർ സാലിം എന്ന് പറയുന്നത് പുല്ലിംഗമാണ്, മാസ്കുലിൻ ആണ്. സുരക്ഷിത പുല്ലിംഗ ബഹുവചനവും ജമ മുഅന്നസ് സാലിം എന്ന് പറയുന്നത് സൗണ്ട് ഫെമിനിൻ ആണ്. സൗണ്ട് ഫെമിനിൻ പ്ലൂറൽ, സുരക്ഷിത സ്ത്രീലിംഗ ബഹുവചനം. അപ്പൊ നമ്മൾ ജമ സാലിം എടുക്കുകയാണെങ്കിൽ അതിന്റെ ജെൻഡർ അനുസരിച്ച് ഒന്ന് മുദക്കറും ഒന്ന് മുഅന്നസും ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞതനുസരിച്ച് അതിനു മുന്നേ ഈ എഴുത്തുണ്ടല്ലോ ജമ മുദക്കർ സാലിം, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കൺസ്ട്രക്ഷൻ ആണെന്ന് മനസ്സിലാവുന്നുണ്ടോ ഞാൻ എഴുതിയേക്കുന്നത്? എന്ത് കൺസ്ട്രക്ഷൻ ആണ്? ജമുൽ മുദക്കരി സാലിമു എന്നാണ് എഴുതിയേക്കുന്നത്. എന്തൊക്കെയാണ് ഇത് ഓരോന്ന്? ഈ മൂന്ന് വാക്കും എങ്ങനെയാണ് അത് കണക്ട് ചെയ്യപ്പെട്ടേക്കുന്നത് ഒന്ന് പറയൂ. അല്ലെങ്കിൽ ജമുൽ മുഅന്നസി സാലിമു എങ്ങനെയാണ് അനലൈസ് ചെയ്യുക? ജമു എന്താണ്? ജമു എന്താണ്? പ്ലൂറൽ ആണെന്നറിയാം. എന്റെ ചോദ്യം അനാലിസിസ് ആണ്. നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ജമു എന്താണ്? ഓക്കെ, മുദാഫ് ആണ്. അൽ മുദക്കരി എന്താണ്? അല്ലെങ്കിൽ അൽ മുഅന്നസി എന്താണ്? മുദാഫ് ഇലൈഹി എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. മുദാഫ് വസത്ത് എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. അതിനെ മൗസൂഫ് എന്ന് വിളിക്കുന്നവരുണ്ട്. സൂക്ഷിച്ചു നോക്കിയിട്ട് പറ. ഇതൊക്കെ നിങ്ങൾ പഠിച്ച് തറവായിട്ടിരിക്കുന്നതാണ്, ഇതിന്റെ ഒക്കെ നിയമങ്ങൾ. മുദാഫ് വസത്താണോ? മുദാഫ് വസത്തിന്റെ നിയമം എന്താണ്? അതിന് അല്ലുണ്ടാവുമോ? അല്ലുണ്ടാവില്ല. ഓക്കെ, മുദാഫിന്റെയും മുദാഫ് ഇലൈഹിയുടെ നിയമം അത് പാലിക്കണം. അപ്പൊ ഇത് മുദാഫ് വസ്തല്ല, മുദാഫ് ഇലൈഹി ആണ്. ഓക്കെ, ജമഉ മുദാഫും അൽ മുദക്കരി മുദാഫ് ഇലൈഹി. ഇനി ഇതിനെ മൗസൂഫ് എന്ന് വിളിച്ചവരുണ്ട്, സിഫ എന്ന് വിളിച്ചവരുണ്ട്. മൗസൂഫ് ആണെങ്കിൽ അതിന്റെ സിഫ എന്ത്? മൗസൂഫ് ആണെങ്കിൽ അതിന്റെ സിഫ ഏത്? അസാലിം ആണ് അതിന്റെ സിഫ. മൗസൂഫ് സിഫയുടെ റൂൾ എന്താണ്? മൗസൂഫ് സിഫയുടെ റൂൾ എന്താണ്? ഡിങ് മാച്ച് ചെയ്യണം, ഇല്ലേ? ഇവിടെ ഡിങ് മാച്ച് ചെയ്യുന്നുണ്ടോ? മുദക്കരിയും സാലിമും ആണ് നിങ്ങൾ പറയുന്നത്. മാച്ച് ചെയ്യുന്നുണ്ടോ? എനിക്ക് മാച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഒന്ന് കെസ്റയും ഒന്ന് ദമ്മയും ആണ്. ഒന്ന് മജ്റൂറും ഒന്ന് മർഫും ആണ്. അല്ല. ഓക്കെ, പിന്നെ സിഫ എന്ന് വിളിച്ചവർ, അൽ മുദക്കരി സിഫ ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ മൗസൂഫ് ഏതാണ്? അതിന് നിങ്ങൾ ഓൾറെഡി മുദാഫ് ഇലൈഹിയും അതിന് മുന്നേ കിടക്കുന്നത് മുദാഫ എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് അത് മൗസൂഫ് സിഫയും കൂടെ ആവുന്നത്? ഓക്കെ, ഇനി അസ്സാലിമു എന്താണ്? അസ്സാലിമു എന്താണ്? അസ്സാലിമു എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ജമ മുദാഫ് അൽ മുദക്കരി മുദാഫ് ഇലൈഹി. അസ്സാലിമു എന്താണ്? ഖബറ? ഇവിടുത്തെ ജുംല ഏതാണ്? അൽ ജമുവിന്റെ സിഫ എന്ന് പറയരുത്. അൽ ജമു ആണോ? അൽ ജമു എന്നാണോ വാക്ക്? നിങ്ങൾ ജമുവിനെ മുദാഫ എന്ന് പറഞ്ഞു വെച്ചേക്കാണ്. അതിന് അൽ ജമു എന്ന് പറയരുത്.
ജംഉന്റെ സിഫയാണ്. ഓക്കെ, അസ്സാലിമു എങ്ങനെയാണ് മുദാഫ് ആവുക? നിങ്ങൾ മുദാഫിന്റെ കണ്ടീഷനും നിയമങ്ങളും ഒക്കെ പഠിച്ചിട്ട് അതിനെ മുദാഫ് എന്ന് പറയാണോ? അതിന്റെ മുദാഫിലേക്ക് എവിടെ? ജംഉന്റെ സിഫയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, മുദാഫ് മുദാഫിലേഹിക്ക് സിഫ വരണമെങ്കിൽ മുദാഫിന്റെ ഡിങ് മാച്ച് ചെയ്തിട്ട്, മുദാഫിന്റെ സിഫയാണെങ്കിൽ മുദാഫിന്റെ ഡിങ് മാച്ച് ചെയ്തിട്ടാ സിഫ വരിക. അതെല്ലാം മുദാഫിലേഹിയുടെ സിഫയാണെങ്കിൽ മുദാഫിലേഹിയുടെ ഡിങ് മാച്ച് ചെയ്തിട്ടാണ് സിഫ വരിക. അപ്പൊ ഇതെന്തിന്റെ സിഫയാണ്? മുദാഫിന്റെ ആണോ മുദാഫിലേഹിയുടെ ആണോ? അസ്സാലിമു എന്ന് പറയുന്നത് ജമുവിന്റെ ആണോ മുദക്കിറിന്റെ ആണോ? മുദാഫിന്റെ ആണ്. കാരണം എന്താ? മർഫു ആണ്. അസ്സാലിമി ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം അൽ മുദക്കരിയുടെ ആയിരുന്നെന്ന്. അപ്പോ ജമഉ സാലിമു, നിങ്ങളിപ്പോ ജമഉ സാലിം എന്ന് പഠിച്ചു വെച്ചിരുന്നില്ലേ? ജമഉ സാലിം നമ്മൾ കുറച്ചു മുന്നേ എഴുതിയത് എങ്ങനെയാണ്? അൽ ജമഉ സാലിം അല്ലേ? സെയിം വേർഡ് തന്നെ. അത് പക്ഷെ ഇദാഫയുടെ കൂടെ ചേർത്തപ്പോ മാറിക്കിടന്നു എന്നുള്ളതേ ഉള്ളൂ. ബട്ട് ജമ ഇസ് നക്കിറ. അതിനുള്ള ആൻസർ നിങ്ങൾ തന്നെ പറ. ജമ എങ്ങനെയാ നക്കിറയത്? ജമു നക്കിറയാണോ? ജമ എന്താണ്? മാരിഫയാണോ നക്കിറയാണോ? എങ്ങനെ നിങ്ങൾ മാരിഫ എന്ന് പറയുന്നത്? നോ അല്ലെന്ന് പറയുന്നു. അല്ലില്ല, പക്ഷെ എങ്ങനെയാ മാരിഫ എന്ന് പറയുന്നത്? മുദാഫിലേഹി. യെസ്, അഗൈൻ മുദാഫ് മുദാഫിലേഹിയുടെ നിയമം. മുദാഫ് ഒരിക്കലും അല്ലോ തൻവീനോ എടുക്കില്ല. അത് മാരിഫയാണോ നക്കിറാണോ എന്ന് എങ്ങനെയാ നമ്മൾ പറയാ? മുദാഫ് നോക്കിയിട്ട്. മുദാഫ് മാരിഫയാണെങ്കിൽ മുദാഫ് ഇലൈഹി നോക്കിയിട്ട്. മുദാഫ് ഇലൈഹി മാരിഫയാണെങ്കിൽ മുദാഫ് മാരിഫ, മുദാഫ് ഇലൈഹി നക്കിറ ആണെങ്കിൽ മുദാഫ് നക്കിറ. ഇതെല്ലാം നമ്മൾ പഠിച്ച നിയമങ്ങളാണ്. അപ്പൊ ജമഉ മാരിഫയാണ്. അതുകൊണ്ടാണ് അസ്സാലിമു എന്ന് വന്നേക്കുന്നത്. അൽ ജമഉ സാലിം എന്ന് എഴുതുന്ന വാക്ക് തന്നെയാണിത്. പക്ഷെ അതിന്റെ ഇടയിൽ അൽ മുദക്കർ കൂടെ പ്ലേസ് ചെയ്തു. ജമുൽ മുദക്കരി, പ്ലൂറൽ ഓഫ് മാസ്കുലിൻ, പ്ലൂറൽ ഓഫ് ഫെമിനിൻ. പുല്ലിംഗത്തിന്റെ ജമ അല്ലെങ്കിൽ സ്ത്രീലിംഗത്തിന്റെ ജമ എന്ന് എഴുതിയതിന് ശേഷം ആ സിഫനെ പ്ലേസ് ചെയ്തു. സെയിം തിങ്. ക്ലിയർ ആണോ? ഈ അൽ ജമു സാലിം എന്ന വാക്കിന്റെ ഇടയിൽ അത് മുദക്കറിന്റെ അല്ലെങ്കിൽ മുഅന്നസിന്റെ എന്ന് പറയണത് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇദാഫനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, മുറിക്കാൻ പറ്റില്ല. അപ്പൊ ഇദാഫ ഫസ്റ്റ് എഴുതി എന്നിട്ട് സാലിം എഴുതുന്നതാണ്. സാലിമിനെ എഴുതണമെങ്കിൽ ജമുവിന്റെ ഡിങ് മാച്ച് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, കൺസ്ട്രക്ഷൻ ക്ലിയർ ആണോ? ഇനി ചില ബുക്കുകളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മൂന്നും മൗസൂസിഫായിട്ട് എഴുതിയതും ഉണ്ടാവും. രണ്ട് രീതിക്ക് നമുക്ക് എഴുതാം. ജമുവിന്റെ അൽ ജമുൽ മുദക്കറു സാലിമു എന്ന് എഴുതിയിട്ടുള്ളതും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ രണ്ട് രീതിക്കും എഴുതാം. ക്ലിയർ? നമ്മള് ടോപ്പിക്ക് വേറെ ആയിരുന്നു, പക്ഷെ ഇതെന്തായാലും എനിക്കൊന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഇത്രയൊക്കെ പഠിച്ചിട്ടിരിക്കല്ലേ, നിങ്ങൾക്ക് അറിയണ്ടേ? ക്ലിയർ അല്ലേ? ജമ മുദക്കർ സാലിം, മുഅന്നസ് സാലിം കൺസ്ട്രക്ഷൻ. ഓക്കെ, അതെ. പുല്ലിംഗത്തിന്റെ സൗണ്ട് പ്ലൂറൽ, സ്ത്രീലിംഗത്തിന്റെ സൗണ്ട് പ്ലൂറൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ മുദക്കർ സാലിം മുഅന്നസ് സാലിം രണ്ടായിട്ട് തിരിക്കാം. ഇനി നമ്മൾ പഠിച്ചു, ഓൾറെഡി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. സാലിം എന്ന് പറയുന്നത് ആ വാക്ക് അങ്ങനെ തന്നെ നിൽക്കും, അതിന് മാറ്റമൊന്നും വരില്ല. അതിന്റെ അറ്റത്ത് നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പൊ മുദക്കർ സാലിമിന് നമ്മൾ ആഡ് ചെയ്യുന്ന അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഊന ആണ്. മുഅന്നസ് സാലിമിന് നമ്മൾ ആഡ് ചെയ്യുന്നത് ആത്തുൻ ആണ്. ക്ലിയർ ആണോ? അത് പഠിച്ചു തന്നെ വെക്കുക. മുദക്കർ സാലിം ആണെങ്കിൽ അതിന് നമ്മൾ ആഡ് ചെയ്യുന്നത് ഊന എന്നും, മുഅന്നസ് സാലിമിന് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്ന, അധികമായിട്ട് ആഡ് ചെയ്യുന്നത് ആത്തുൻ എന്നുള്ള
രണ്ടക്ഷരങ്ങളുമാണ്. അപ്പൊ മുസ്ലിമുൻ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം മുസ്ലിമുൻ എന്നുള്ളത് മുദക്കർ. അതിന്റെ മുഅന്നസ് എന്താണ്? മുസ്ലിമുന്റെ മുഅന്നസ് എന്താണ്? മുസ്ലിമുന്റെ മുഅന്നസ് എന്താണ്? മുസ്ലിമുൻ. അതിന്റെ മുഅന്നസ് മുസ്ലിമത്തുൻ അല്ലേ? മുസ്ലിമത്തുൻ. ഓക്കെ, മുസ്ലിമുൻ മുസ്ലിമത്തുൻ. ഇനി നമ്മൾ അതിനെ ജമ ആക്കാണ്. മുസ്ലിമുൻ എന്നുള്ളത് ജമ ആക്കുമ്പോ എന്താകും? മുസ്ലിമൂന. ഇനി മുസ്ലിമത്തുൻ ജമ ആക്കുമ്പോഴോ? മുസ്ലിമത്തുൻ ജമ ആക്കുമ്പോ മുസ്ലിമാത്തുൻ. ക്ലിയർ ആണോ? ഊന ആത്തുൻ. ഊനയാണ് മുദക്കർ, ആത്തുനാണ് മുഅന്നസ്. മുഅന്നസിന്റെ ചായാണത്. ക്ലിയർ ആണോ ഇത്? ക്ലിയർ അല്ലേ? അൽഹംദുലില്ലാ. ഓക്കെ, പക്ഷെ ഇതുകൊണ്ട് തീരുന്നില്ല. നമ്മൾ ഒരു ഇസ്മ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇറാബ് അല്ലേ നമ്മൾ പിന്നെ പഠിക്കുക. മൂന്ന് സ്റ്റേറ്റില്, മൂന്ന് അവസ്ഥയിലും അതെങ്ങനെ മാറുന്നു എന്നറിയണ്ടേ? സോറി കേട്ടോ, എൻ്റെ പെന്നിന്റെ നിബ് ഇത്തിരി വളഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റുന്നില്ല. ഓക്കെ. ഇപ്പൊ നമ്മൾ പഠിച്ച മുസ്ലിമൂന എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും നമ്മൾ ആദ്യമേ പഠിക്കുന്നത് എന്തായിരിക്കും? സോറി കേട്ടോ, കേൾക്കാവോ? ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, പറയൂ. മുസ്ലിമൂന എന്നുള്ളത് എന്തായിരിക്കും? നമ്മൾ ആദ്യമേ പഠിക്കുന്ന വാക്ക് എപ്പോഴും മർഫു ആണോ, മൻസൂബ് ആണോ, മജ്റൂർ ആണോ? മർഫു ആണ്. എപ്പോഴും നമ്മൾ ആദ്യമേ പഠിക്കാൻ മർഫു ആണ്. കാരണം നമുക്കറിയാം ഒരു നാമം അല്ലെങ്കിൽ ഒരു ഇസ്മ, അതിന്റെ ജന്മാവസ്ഥ ബൈ ബർത്ത്, അത് മർഫു ആണ്. ഓക്കെ, ഞാൻ എഴുതിയതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്, ഒന്നുകൂടെ എഴുതുക. യെസ്, അപ്പൊ മർഫു ആണ് മുസ്ലിമൂന. നമ്മൾ സാധാരണ രീതിക്ക് എന്താണ് പഠിച്ചേക്കുന്നത്? ദമ്മയിൽ അവസാനിക്കുമ്പോൾ അത് മർഫുവും, ഫഥയിൽ അവസാനിക്കുമ്പോൾ അത് മൻസൂബും, കെസ്രയിൽ അവസാനിക്കുമ്പോൾ അത് മജ്റൂറും എന്ന് പഠിച്ച സമയത്ത് ഞാൻ അത് മുഫ്രദ് നാമങ്ങളുടെ ചിഹ്നമാണ്, എനിക്ക് സൈൻ ആണ് എന്നുള്ളത് എടുത്തു പറയാനുള്ള കാരണം ഇതാണ്. മർഫു വരുമ്പോ സൈൻ എന്ന് പറയുന്നത്, അതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് ഈ ഊനയാണ്. ജമ്മു വരുമ്പോ, സോറി, ജമ്മുവിന്റെ കേസിൽ അതിനെ മർഫുവിന്റെ സൈൻ ഏതാന്ന് ചോദിച്ചാൽ ആ ഊന എന്ന് പറയുന്നതാണ്, അല്ലാതെ നൂനിന്റെ ഹറക്കത്തല്ല. ക്ലിയർ ആണോ? ഓക്കെ, സാധാരണ രീതിക്ക് നമ്മൾ ഈ ഫത്ഹ കണ്ടാൽ ഉടനെ അത് മൻസൂബ് ആണെന്ന് മനസ്സിലാക്കും. അല്ല, ജമ്മു ആണ്. നമ്മളിപ്പോ ജമ്മു പഠിക്കുമ്പോൾ ജമ്മിന്റെ സൈൻ എന്ന് പറയുന്നത്, അതിന്റെ ഇറാബ് മാറുന്നത് ഇങ്ങനെയാണ്. മർഫൂയില് അത് ഊന എന്നാണ്, മൻസൂബില് അത് ഈന എന്നാണ്.
മുസ്ലിമീന. ഈനയാണ് മൻസൂബിന്റെ സൈൻ. ഇനി മജ്റൂറിലും അത് ഈനാന്ന് തന്നെയാണ്. ഓക്കെ, അതും ഈനാന്നാണ്. മൻസൂബിലും ഈനാന്നാണ്, മജ്റൂറിലും ഈനാന്നാണ്. ഇപ്പൊ മുസ്ലിമൂന മർഫു, മൻസൂബിലും മജ്റൂറിലും മുസ്ലിമീന. അപ്പൊ എഗൈൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് മൻസൂബിൽ നോക്കുമ്പോൾ ഫത്തയാണ്, ഫത്തയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മജ്റൂറിലും ഫത്ത തന്നെയാണ്. അപ്പൊ ഇവിടെ ഫത്തയല്ല അവിടുത്തെ സൈന്. ഇവിടുത്തെ സൈൻ എന്ന് പറയുന്നത് ആ ഈന അല്ലെങ്കിൽ യാ ആണ്. അതൊക്കെ ഇനി നമ്മൾ ബുക്ക് 3-ലാണ് ഇനി ഇതിന്റെ ഇറാബൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക ഇൻഷാ അല്ലാ. അപ്പൊ ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. മർഫൂല് മുസ്ലിമൂന, ഊന ഈന ഈന എന്ന് മനസ്സിലാക്കി വെക്കുക. ഊന ഈന ഈന. ക്ലിയർ ആണോ? അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണേ. ഊന ഈന ഈന എന്ന് തന്നെ ഇപ്പൊ കാണാതെ പഠിക്കുന്ന പോലെ പഠിച്ചു വെക്കുക. എന്നാലേ നിങ്ങൾക്ക് ഏത് വാക്ക് കിട്ടിയാലും അതിനെ മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി കാഫിറുന്റെ ജമ പറഞ്ഞേ. കാഫിറുൻ മർഫു. കാഫിറൂന മൻസൂബ്. കാഫിരീന മജ്റൂർ. കാഫിരീന. അപ്പൊ മൻസൂബാണോ മജ്റൂറാണോ എന്ന് എങ്ങനെയാ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? രണ്ടും ഒരേപോലെ ഇരിക്കും. എങ്ങനെ തിരിച്ചറിയാ? ഒരു സെന്റൻസിൽ നിങ്ങൾ മുസ്ലിമീന കാണുകയാണ്, അത് മൻസൂബാണോ മജ്റൂറാണോ? ഇപ്പൊ മൻസൂബിലും ഈനയാണ്, മജ്റൂറിലും ഈനയാണ്. അത് എങ്ങനെയാണ് അപ്പൊ മജ്റൂറാണോ മൻസൂബാണോ എന്ന് തിരിച്ചറിയാ? യെസ്, അതിന്റെ പൊസിഷൻ നോക്കിയിട്ടാണ്. അത് ആ സെന്റൻസിൽ അതിന്റെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അതിന്റെ പൊസിഷൻ എങ്ങനെ മനസ്സിലാക്കും? അതിന് മുന്നേ ഉള്ള പല കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, യെസ്, കോണ്ടെക്സ്റ്റ് അനുസരിച്ച്. മജ്റൂർ എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് അല്ലേ? മൻസൂബ് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. ബട്ട് മജ്റൂർ നിങ്ങൾക്ക് അറിയാല്ലേ? മജ്റൂറിന്റെ നിയമങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കാണ്. അതിന് മുന്നേ ഹർഫ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുന്നേ മുദാഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അത് മാത്രം മതി നിങ്ങൾക്ക് അത് മൻസൂബാണോ മജ്റൂറാണോ എന്ന് തിരിച്ചറിയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇപ്പൊ നിങ്ങൾ മൻസൂബിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. ആകെ നിങ്ങൾക്ക് അറിയാവുന്നത് മഫൗലും ബിഹി മൻസൂബാണെന്ന് ഉള്ള ഇൻഫർമേഷൻ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. വേറെ പല സാഹചര്യങ്ങളിലും ഇസ്മ മൻസൂബാകും. അതൊക്കെ ഇനി നമ്മൾ പഠിക്കും. അപ്പൊ അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഒരു ഇപ്പൊ ഇനി നിങ്ങൾ ഖുർആൻ എടുക്കുന്ന സമയത്ത്, ഓതുന്ന സമയത്ത് ഈന എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ അത് മൻസൂബാണോ മജ്റൂറാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇല്ലേ? ഓക്കെ, പിന്നെ മൻസൂബ് ആവാനുള്ള കാരണങ്ങൾ പിന്നീട് നമുക്ക് നോക്കാം. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റും. അതിന് മുന്നേ ഹുറൂഫുൽ ജറിൽ എന്തെങ്കിലും ആണോ കിടക്കുന്നത്, അതെല്ലാം മുദാഫ് ആണോ നിൽക്കുന്നത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണ് ഇത് തിരിച്ചറിയുക. മൻസൂബ് നമുക്ക് ഇൻഷാല്ല ബുക്ക് 2-ൽ ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക് ഇൻഷാല്ല. ഓക്കെ, ജമ മുദക്കർ സാലിം മർഫു മൻസൂബ് മജ്റൂർ ക്ലിയർ? ഓക്കെ, അൽഹംദുലില്ലാ. ജമ്മു മുന്നസ് സാലിം, സോറി, സാലിമിന്റെ കേസ് പറയുകയാണെങ്കിൽ മർഫൂൽ എന്തായിരുന്നു?
മുസ്ലിമാത്തുൻ അല്ലേ? മൻസൂബാകുമ്പോഴത്തേക്ക് അത് മുസ്ലിമാത്തിൻ ആകും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സൈൻ എന്താണ്? ആത്തുൻ എന്നുള്ളതാണ് മർഫുവിന്റെ സൈന്. ആത്തിൻ എന്ന് പറയുന്നതാണ് മൻസൂബിന്റെ സൈൻ. അത് തന്നെയാണ് മജ്റൂറിലും. ആത്തിൻ. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കുമ്പോ ആത്തുൻ, ആത്തിൻ, ആത്തിൻ ഇങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ, ഊന, ഈന, ഈന, ആത്തുൻ, ആത്തിൻ, ആത്തിൻ. ക്ലിയർ ആണോ? കാഫിറത്തുൻ ജമ മർഫു. കാഫിറാത്തുൻ മൻസൂബ്. കാഫിറാത്തിൻ മജ്റൂർ. കാഫിറാത്തിൻ. ക്ലിയർ ആണോ? ജമ മുഅന്നസ് സാലിമിന്റെ ഇറാബ് ഈസി അല്ലേ? അൽഹംദുലില്ലാ. ഓക്കെ, ഇത് പേജ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഹാൻഡ് ഔട്ട് ആണ്, ഹാൻഡ് ബുക്കിന്റെ പേജ് ആണ്. കാണുന്നുണ്ടോ? ഓക്കെ, പേജ് 27 ആണ്. നിങ്ങളുടെ കയ്യിൽ പ്രിന്റ് ഔട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് PDF വെച്ചിട്ട് ഹോംവർക്ക് ആണ് തരാൻ പോകുന്നത്. ഇതില് മുസന്ന നിങ്ങളിപ്പോ വറി ചെയ്യണ്ട. മുസന്ന നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ മുസന്ന നിങ്ങൾ നോക്കണ്ട, നോക്കേ വേണ്ട കേട്ടോ. കാരണം നിങ്ങൾക്ക് അത് അറിഞ്ഞു വെക്കാന്നും പറഞ്ഞ് നിങ്ങൾ അതിലേക്ക് നോക്കുക പോലും വേണ്ട. അതെന്താന്ന് മനസ്സിലാക്കാനും ശ്രമിക്കണ്ട. നമുക്കിപ്പം ജമ്മ് തറുവാക്കാനാണ്. മുസന്ന ജമ്മ് തറുവാക്കി കഴിയുമ്പം തനിയെ വന്നോളും ഇൻഷാ അല്ലാ. നമുക്ക് മുസന്ന പഠിക്കുമ്പോൾ പഠിക്കാം. ഇതിൽ മുഫ്രത്ത് കൊടുത്തിട്ടുണ്ട്. മുസ്ലിമുൻ, മുസ്ലിമൻ, മുസ്ലിമിൻ, മുദക്കർ, മുസ്ലിമത്തുൻ, മുസ്ലിമത്തൻ, മുസ്ലിമത്തിൻ, മുഅന്നസ്. ഇതിന്റെ ജമ്മും കൊടുത്തിട്ടുണ്ട്. മുസ്ലിമൂന, മുസ്ലിമീന, മുസ്ലിമീന, മുസ്ലിമാത്തുൻ, മുസ്ലിമാത്തിൻ, മുസ്ലിമാത്തിൻ. ഇതില് നിങ്ങൾക്ക് ഇത് ബാക്കി ചെയ്തൂടെ? മുഅ്മിനുന്റെ, മുദരിസുന്റെ, മുഹന്ദിസുന്റെ. കാഫിറുൻ നിങ്ങൾ ഓൾറെഡി ചെയ്തു. ഫാസിഖുൻ, സാദിഖുൻ, കാസിബുൻ, മുഷ്രിഖുൻ, നാജിഹുൻ, റാസിബുൻ. ചെയ്യരുതോ ഹോംവർക്ക്? നിർബന്ധമായിട്ട് ചെയ്യണേ. എന്നാലേ ഈ പഠിച്ച നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് തറവാവുള്ളൂ. ഊന, ഈന, ഈന, ആത്തുൻ, ആത്തിൻ, ആത്തിൻ എന്നുള്ളത് തലയിൽ രജിസ്റ്റർ ആവണമെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ. കുറച്ച് വാക്കുകളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പിന്നീട് കിട്ടിക്കഴിയുമ്പോൾ ഒരു ഇസ്മ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേഗം അതിനെ ജമ ആക്കാൻ പറ്റും. അത് മുദക്കർ ആണെങ്കിലും മുഅന്നസ് ആണെങ്കിലും, അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയാൻ പറ്റും ഇൻഷാ അല്ലാ. ചെയ്യില്ലേ? ഓക്കെ, ഇനി അപ്പൊ ജമ മുദക്കർ സാലിം, മുഅന്നസ് സാലിം. സാലിമിന്റെ ഇത് കഴിഞ്ഞു കേട്ടോ. അത്രേ ഉള്ളൂ. അതിനി നിങ്ങൾ ഹോംവർക്കും ചെയ്ത് വെക്കുക. ഇനി നമുക്ക് എന്താ ഉള്ളേ? ജമ തക്സീർ ഇല്ലേ? ഓക്കെ, ഊന, ഈന, ഈന, ആത്തുൻ, ആത്തിൻ, ആത്തിൻ. അതങ്ങനെ തന്നെ രജിസ്റ്റർ ചെയ്യണം. തക്സീറിന്റെ കേസ് നമ്മൾ എന്താ പറഞ്ഞത്? ബ്രേക്ക് ചെയ്യും.
അതിന്റെ ഫോം മാറും. ലെറ്റേഴ്സ് അവിടെ ഉണ്ടാകും, പക്ഷെ അതിന്റെ രൂപം മാറും. അതിന് ഇങ്ങനെ ഒരു ഫിക്സ്ഡ് രീതിയിൽ നമ്മൾ ഊന ഇട്ട് കൊടുക്കുക, ഈ ആത്തൂൻ ഇട്ട് കൊടുക്കുക, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കുറേ പാറ്റേണുകളുണ്ട്, കുറേ രൂപങ്ങളുണ്ട്. അതൊന്നും നിങ്ങൾ ഇരുന്ന് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. ഞാൻ ആ രൂപങ്ങളെ ജസ്റ്റ് ഒരു ഐഡിയക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം പാറ്റേണുകൾ എന്താന്നുള്ളത്. പക്ഷെ അത് നിങ്ങൾ കുത്തിയിരുന്ന് ഈ പാറ്റേൺ ആണ് ആ പാറ്റേൺ അങ്ങനൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് കുറേ എഴുതുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ടെൻഷൻ ആകും. അതും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വൊക്കാബുലറി പഠിക്കുന്ന അനുസരിച്ച് ജമ്മു തക്സീർ നിങ്ങൾ പഠിച്ചോളും. അത് ക്ലിയർ ആണോ? തക്സീർ കാണുമ്പോൾ പലർക്കും ടെൻഷൻ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഇത് തുടക്കത്തിൽ തന്നെ ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയുന്നത്. ജമ തക്സീർ വാക്കുകൾ കുറേ ഉണ്ട്. അത് ഇന്ന പാറ്റേൺ എടുക്കും എന്നുള്ളതൊന്നും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. ആ സ്കെയിലൊക്കെ പഠിച്ച് അല്ലെങ്കിൽ അതിന്റെ രൂപം പഠിച്ച് അങ്ങനെ ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. വൊക്കാബുലറി ഇപ്പൊ നിങ്ങൾ 13ാമത്തെ ലെസന്റെ വൊക്കാബുലറി ഞാൻ ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാ. നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ നോക്കി അറിയാൻ പറ്റും. കുറേ വാക്കുകളുണ്ട് ജമ. അത് നിങ്ങൾ വാക്കുകൾ പഠിക്കുക. വൊക്കാബുലറി പഠിക്കുന്ന പോലെ വാക്കുകൾ ഇങ്ങനെ പഠിച്ചു വരുമ്പോഴത്തേക്ക് തനിയെ തക്സീർ വന്നോളും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഓരോന്ന് കാണുമ്പോഴത്തേക്ക് പേടിക്കരുത്. ഞാൻ ജസ്റ്റ് കാണുന്ന പാറ്റേൺസ്, നമ്മളിപ്പോൾ നോർമലി കാണുന്ന പാറ്റേണുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാം. എന്നിട്ട് തിരിച്ച് നമുക്ക് ഹാൻഡ് ഔട്ടിലേക്ക് പോകാം. അതിൽ കുറേ ഉണ്ട്. ഒന്ന്, തക്സീറിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഫുആലുൻ എന്ന് പറയുന്ന ഒരു സ്കെയിലാണ്. ഫുആലുൻ, അതായത് ഇപ്പൊ തോലിബുൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിക്ക് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതും? തോലിബുന്നെ അതിന്റെ ജമ്മ് വരുമ്പോ ഫുആലുൻ എന്നുള്ള രീതിക്ക് എഴുതണമെങ്കിൽ ഫയുടെ സ്ഥലത്ത് തോ കൊടുക്കുക, ഐന്റെ സ്ഥലത്ത് ലാം കൊടുക്കുക, ലാമിന്റെ സ്ഥലത്ത് ബ കൊടുക്കുക. ഫ കലിമ, ഐൻ കലിമ, ലാം കലിമ. എങ്ങനെ എഴുതും? തോലിബുൻ, തുല്ലാബുൻ. ഓക്കെ, വേറൊരു സ്കെയിൽ എന്ന് പറയുന്നത്, വേറൊരു രൂപം ഫിആലുൻ എന്ന് പറയുന്നതാണ്. അത് ഞാൻ ഓൾറെഡി ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. ഫിആലുൻ, റജുലുൻ എടുക്കാണ്. റജുലുൻ, റജുലുൻ എങ്ങനെ പറയും? റിജാലുൻ. അഫ്ആലുൻ എന്നുള്ളൊരു സ്കെയിൽ എടുക്കണം. അഫ്ആലുൻ. ഇതില് ഇബ്നുൻ ആണ്. ഇബ്നുൻ, ഇബ്നുന്റെ പ്ലൂറൽ ഈ ഒരു സ്കെയിലാണ് എടുക്കുന്നത്. ഇബ്നുൻ എങ്ങനെ പറയും? ഇബ്നുൻ. അവിടെ ഒരു ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അതിനെ അബ്ന ഉൻ എന്നാണ്. പരിചയമുള്ളവർക്ക് അറിയാൻ പറ്റും. അബ്ന ഉന്നാണ്. അവിടെ അധികമായിട്ട് ഹംസയും വന്നിട്ടുണ്ട്. അബ്ന ഉൻ. വേറൊരെണ്ണം ഫുഊലുൻ എന്നുള്ളതാണ്. ഫുഊലുൻ. ബൈത്തുൻ എങ്ങനെ വരും? ബൈത്തുൻ, ബൈത്തുൻ. ബുയൂത്തുൻ. വേറൊരെണ്ണം പരിചയമുള്ളത് നിങ്ങൾക്ക് കൽബുൻ ഉണ്ടാവും. കൽബുൻ പരിചയമുള്ളതല്ലേ അതിന്റെ ജമ്മ്? അല്ലേ? പരിചയമുള്ള വാക്കല്ലേ അത്? കുലൂബ്, ഫിഅ്ലത്തുൻ ആണ് അടുത്തൊരു സ്കെയില്. അത് ഫത്തന്റെ ജമ്മ് വരും. ഫത്തന്റെ ജമ്മ. ഫത്തൻ എങ്ങനെ വരും? ഫത്തൻ, ഫിത്യത്തുൻ. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതിയേ. ഞാൻ ജസ്റ്റ് എഴുതി പോകുന്നേ ഉള്ളൂ. ഇങ്ങനെ കുറേ പാറ്റേണുകളുണ്ട്. ഫുഉലുൻ എന്ന് പറയുന്ന ഒരു സ്കെയിൽ ഉണ്ട്. അതിൽ നമുക്ക് കൽബുന്റെ ജമ വരുന്നത് ഈ ഒരു രൂപത്തിലാണ്. കൽബുൻ എങ്ങനെ വരും? സോറി, കൽബുൻ അല്ല, സോറി, സോറി മാറിപ്പോയതാണ്. ഫുഉലുൻ വരുമ്പോ കിതാബ്, കിതാബിന്റെ, കിതാബിന്റെ, കിതാബിന്റെ എങ്ങനെ വരും? കുത്തുബുൻ. വേറെ താമർബൂത്ത വരുന്ന ഒരെണ്ണമാണ് അഫ്ഇലത്തുൻ എന്ന് പറയുന്ന പാറ്റേൺ. അഫ്ഇലത്തുൻ. ജവാബ്, ജവാബ് എടുക്കുകയാണെങ്കിൽ ജവാബിന്റെ ജമ
ഈ ഒരു സ്കെയിലാണ് വരുന്നത്. അജി വിബത്തുൻ. അഫ്ഊലുൻ വേറൊരു സ്കെയിലാണ്. നഫ്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ജമ ഈ ഒരു പാറ്റേൺ ആണ്. അത് നിങ്ങൾക്ക് പരിചയമുള്ള വാക്കാണ്. നഫ്സ്. നഫ്സുൻ. അൻഫുസുൻ. വേറൊരെണ്ണം ഫുലാനുൻ എന്നുള്ളൊരു പാറ്റേൺ ആണ്. ഖമീസ് എടുക്കുകയാണെങ്കിൽ ഖമീസ്, ഖമീസിന്റെ ജമ ഈ ഒരു പാറ്റേൺ ആണ് എടുക്കുക. ആനുൻ എന്നുള്ള രീതിക്ക് അവസാനിക്കും. എങ്ങനെ വരും? ഖുംസാനുൻ. അത് തന്നെ. ഓക്കെ. ഇനി ഒരു 4 ഉണ്ട്. ആ 4 പാറ്റേൺ ഞാൻ എഴുതാം. നിങ്ങളത് കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോന്ന് പറയണേ. ഫുഅലാഉ. അടുത്തത് അഫ്ഇലാഉ. മഫാഇലു. മഫാഈലു. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഈ ഇതിന് 4? എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് പ്രത്യേകത? ഞാൻ ഇത്ര എഴുതിയതിൽ വെച്ചിട്ട് ഈ 4 മാത്രം ഒരു പ്രത്യേകതയുണ്ട്. നോ തൻവീൻ. യെസ്. അല്ലു ഇല്ല, തൻവീനും ഇല്ല. എന്താണ്? എന്തായിരിക്കും? മുദാഫല്ല. പിന്നെന്തായിരിക്കും? മംനൂ മിന സർഫ്. ഓക്കെ. ഈ 4 പാറ്റേൺ എന്ന് പറയുന്നത് മംനൂ മിന സർഫ് ആണ്. അതും ഇത് നിങ്ങൾ മംനൂ മിന സർഫിന്റെ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ബാക്കിയൊക്കെ തനിയെ വൊക്കാബുലറിയിൽ നിങ്ങൾ പഠിക്കും. ഇതും വൊക്കാബുലറിയിൽ വരുന്ന അനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോകും. തൻവീൻ ഇല്ലാത്തതുകൊണ്ട് അത് മംനൂ മിന സർഫ് ആണെന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. ഫഅലാഉന്റെ എക്സാമ്പിൾ ജമീലിന്റെ പ്ലൂറൽ ജമീൽ. സുമലാഉ. അഫ്ഇലാഉന്റെ എക്സാമ്പിൾ സദീഖിന്റെ പ്ലൂറൽ സദീഖ്. എങ്ങനെ വരും? അസ്ദിഖാഉ. ഓക്കെ. മഫാഇലുന്റെ എക്സാമ്പിൾ ദഫ്തറിന്റെ പ്ലൂറൽ ദഫ്തർ. ദഫ്തർ. തീറു എന്നില്ല കേട്ടോ, ദഫാതിറു എന്നാണ്. ദഫാതിറു. ഇതിൽ തന്നെയാണ് മസ്ജിദിന്റെ ജമ്മും വരുന്നത്. മസ്ജിദ്. മസ്ജിദ് വരുമ്പോ മസാജിദ് എന്ന് വരുന്നത്. മസാജിദു. ഓക്കെ. അത് ഈ പാറ്റേൺ തന്നെയാണ്. മഫാഇലു ഇന്റെ എക്സാമ്പിള് ഫുൻജാന്റെ ഇതാണ് പ്ലൂറൽ ആണ്. ഫന ജീനു. കപ്സ് എന്ന മീനിങ്. അത് നിങ്ങൾ ഇനി പഠിക്കും. ഈവൻ മിഫ്താഹിന്റെ ഇതിലാണ് വരുന്നത്. മിഫ്താഹിന്റെ പ്ലൂറൽ ഈ സ്കെയിലാണ് വരിക. മഫാഇലു വരുമ്പോ എങ്ങനെ വരും? മിഫ്താഹുൻ മഫാതീഹു. ഓക്കെ. അപ്പൊ ഇങ്ങനെ കുറേ പാറ്റേണുകൾ ഉണ്ട് ജമ്മ തക്സീറിന്. നിങ്ങൾ ഇപ്പൊ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ആ ലെറ്റേഴ്സ് അവിടെ ഉണ്ടാകും. അതിന് കുറെ മാറ്റങ്ങൾ വന്നിട്ട് ചിലതിന് എക്സ്ട്രാ ലെറ്റേഴ്സും ഒക്കെ വരുന്നുണ്ട്. എല്ലാം കൂടെ ഒരു മാറ്റം വന്നിട്ടാണ് അത് വരുന്നത്. ഇതിന് നിങ്ങൾ ഇത്രയും പാറ്റേണുകൾ കാണാൻ പഠിച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ എടുത്തു പറഞ്ഞു. മംനൂമിന സർഫിന്റെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. 4 മംനൂമിന സർഫായിട്ടുള്ളതുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി നിങ്ങൾക്ക് ഞാൻ ടെക്സ്റ്റിലും കൂടെ കാണിച്ചു തരാം. അല്ല, ഹാൻഡ് ഔട്ടിലും കൂടെ കാണിച്ചു തരാം. പേജ് 28 ആണ്. 29 കാണാമോ ഹാൻഡ് ഔട്ട്? 29 പേജ് കാണുന്നുണ്ടോ?
ഓക്കെ, ഇതിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മൾ റജുലുൻ എന്ന വാക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഇത്രയും പാറ്റേണിൽ കാണുന്നല്ല അതിന്റെ അർത്ഥം. ഇതിൽ ഏതെങ്കിലും ഒരു പാറ്റേണിലാണ് നമ്മൾ അതിനെ കാണുക. ഇപ്പൊ റജുലുൻ എന്ന് പറയുന്നത് ഫിആലുൻ പാറ്റേണിലാണ് നമ്മൾ കാണുക. ഒന്നിൽ കൂടുതൽ ചില നാമങ്ങൾ, ചില ഇസ്മുകൾ എടുക്കാറുണ്ട്. ചില സമയത്ത് ഒന്നിൽ കൂടുതൽ വരാറുണ്ട്. പക്ഷെ എല്ലാം ഒന്നും എല്ലാ സ്കെയിലും എടുക്കും എന്നും ഉള്ളത് മനസ്സിലാക്കി വെക്കരുത്. ഇതിൽ ഏതെങ്കിലും ഒരു സ്കെയിൽ ആയിരിക്കും, ഒരു പാറ്റേൺ ആയിരിക്കും, ഒരു രൂപത്തിലായിരിക്കും നമ്മൾ അതിനെ കാണുക. ഇപ്പൊ റജുലുൻ എന്നുള്ളത് റിജാലുൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലാതെ റുജാലുനായിട്ടും ഔറാജുന്നോ അങ്ങനെയൊന്നും, സോറി, ഔറോജലുൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊന്നും കാണില്ല. റജുലുന്റെ പ്ലൂറൽ ജം എന്ന് പറയുന്നത് റിജാലുൻ ആണ്. ക്ലിയർ ആണോ? പക്ഷെ ഒന്നിൽ കൂടുതൽ, ചില സമയത്ത് രണ്ട് രൂപങ്ങൾ എടുക്കുന്ന ജമ വരാറുണ്ട്. അത് നിങ്ങൾ പഠിച്ചു പോകുന്ന അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഫുആലുൻ സ്കെയിലിൽ നമ്മൾ ത്വാലിബുൻ മാത്രമാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ പഠിച്ചതിനനുസരിച്ച് ഇപ്പൊ താജുറുൻ നിങ്ങൾ പഠിച്ച വാക്കാണ്, അതിന്റെ പ്ലൂറല് തുജാറുൻ എന്നാണ്. അതിന് നിങ്ങൾ വൊക്കാബ് പഠിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. കാഫിറുൻ നമ്മൾ സൗണ്ടിലും പറഞ്ഞിരുന്നു, അതിന് ബ്രോക്കൺ ആയിട്ടും ഇവിടെ തക്സീറിലും ഉണ്ട്. കുഫാറുൻ, അത് നിങ്ങൾക്ക് പരിചയമുള്ളതല്ലേ, കുഫാർ വാക്ക്. കാഫിറൂന എന്നും പറയാം, കുഫാർ ആയിട്ടും വരും. അങ്ങനെയും കാണുന്ന ചില നാമങ്ങളുണ്ട്. അതിന് സാലിമായിട്ടും കാണാൻ പറ്റും, ഇതായിട്ടും കാണാൻ പറ്റും, തക്സീറായിട്ടും കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് നാമങ്ങൾ അങ്ങനെയും ഉണ്ട്. അതൊക്കെ ഇനി നമ്മൾ പതിയെ ഓരോന്ന് പഠിച്ചു പോകുന്ന വാക്കുകൾ പരിചയപ്പെടുന്ന അനുസരിച്ചിട്ടൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പൊ ഫിആലുൻ സ്കെയിലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാ കബീറുന്റെ പ്ലൂറൽ ഉണ്ട്, കിബാറുൻ, സഗീറുൻ, സിഗാറുൻ, ഖസീറുൻ, ഖിസാറുൻ, തവീലുൻ, തുവാലുൻ, ഇതൊക്കെ ഉണ്ടോ, കുറേ ഉണ്ട് അവിടെ. അഫ്ആലുൻ സ്കെയിലില് ദാ ഔലാദുൻ ഉണ്ട്, നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. അസ്വാജ് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. അങ്ങനെ കുറെ അതിലും ഉണ്ടാവും. ഇതൊക്കെ ഞാൻ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്, ഇതൊന്നും നിങ്ങൾ ഇതിന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് നോക്കണം. ഇപ്പൊ ഫൗലുൻ പാറ്റേണിൽ ഇതാ നമ്മൾ പറഞ്ഞ കുലൂബ് ഉണ്ട്, നുജൂം ഉണ്ട്, ബുയൂത്ത് ഉണ്ട്, ദുറൂസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഓക്കെ, ബാക്കി സ്കെയിലും ഇതിനകത്ത് തന്നെ ഉണ്ട്. ബാക്കി ഓരോന്നും ഇതിനകത്ത് കിടപ്പുണ്ട്. മംനൂമിന സർഫായിട്ട് വന്നേക്കുന്നതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഈ ചാർട്ടിൽ കാണുന്ന മാത്രമല്ല, വാക്കുകളൊന്നും മനസ്സിലാക്കി വെക്കുക. ഇതിൽ കൂടുതൽ അറബി അറിയാലോ, അറബിയിൽ കുറേ നാമങ്ങളുണ്ട്. അതൊന്നും ഇതിനകത്ത് എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പരിചിതമായ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് വാക്കുകൾ മാത്രമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം ബുക്കിൽ. ബാക്കി നമ്മൾ വൊക്കാബുലറി, വാക്കർത്ഥം പഠിക്കുന്ന അനുസരിച്ച് പഠിച്ചു പോകും. അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഊന, ഈന, ഈന, ആത്തുൻ, ആത്തിൻ, ആത്തിൻ ആൻഡ് അതിന്റെ ഹോംവർക്ക് ചെയ്യുക. ഇത് നിങ്ങൾ തക്സീർ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. തക്സീർ എന്ന് പറയുന്നത് എന്താണ്, ജമ തക്സീർ കുറെ പാറ്റേൺസിലൊക്കെയാണ് അത് കാണുന്നത്. അതിനെ ഓരോന്നും നിങ്ങൾ പഠിച്ചു പോകും ഇൻഷാ അല്ലാ. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ലെസൺ 13ന്റെ വൊക്കാബുലറി ആണ്, നോക്കിയേ. ഇതിന്റെ മലയാളം ഇട്ട് തരാം കേട്ടോ ഇൻഷാ അല്ലാ. നെക്സ്റ്റ് വീക്കിലേക്ക് നിങ്ങൾ എല്ലാം കൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റണം എന്നില്ല. ലെസൺ 13 നല്ല വലിയ ലെസൺ ആണ്, വലിയ പാഠമാണ്. 2 പാർട്ട് ഉണ്ട് അതിന്. ഓക്കെ, കാരണം നമ്മൾ മുദക്കറിന്റെ ഒരു ഇത് പഠിച്ച് തറവായതിനു ശേഷം പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ മുഅന്നസ് വരുന്നുണ്ട്. ആയിട്ട് നമ്മൾ 13 പ്ലൂറൽസ് പഠിപ്പിക്കും ഇൻഷാ അല്ലാ. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് തക്സീറും സാലിമും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ജെൻഡർ അങ്ങനെ മുദക്കർ മുഅന്നസ് ആയിട്ടൊന്നും ജെൻഡർ ഇല്ല. ഓക്കെ, ഇപ്പൊ റജുലുൻ എന്താണോ നിങ്ങൾക്ക് അറിയാം. റിജാലുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റജുലുൻ ആണെങ്കിൽ റിജാലുൻ എന്തായിരിക്കും? അങ്ങനെ തന്നെ, മാസ്കുലിൻ ആണ്, മുദക്കറാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അതിന്റെ ജെൻഡർ റൂളും കാര്യങ്ങളും ഒക്കെ ഇനി നമ്മൾ കുറച്ച് ലെസൺസ് കഴിഞ്ഞിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളത്. ഓക്കെ, അത് നമ്മൾ വഴിയെ നോക്കും ഇൻഷാ അല്ലാ. ഇത് ആദ്യമേ ഒന്ന് തറവായിട്ട് ഇപ്പം മനസ്സിലാക്കി വെക്കുന്നത് ഒന്ന് നിങ്ങൾ തറവാക്കിയതിനു ശേഷം അതിന്റെ ജെൻഡറും ബാക്കി വിവരങ്ങളും ഒക്കെ നമ്മൾ നോക്കും ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ പഠിക്കുക. പറ്റുന്ന അത്രയും അടുത്ത ആഴ്ചത്തേക്ക് നോക്കി വരിക വാക്കുകൾ. കുറെയൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും, കുറെ നിങ്ങൾ പുതിയതായിട്ടായിരിക്കും കേൾക്കുക. അതിങ്ങനെ ജസ്റ്റ് പഠിച്ചു വരിക. ബാക്കി നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാ. ലെസൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തക്സീറും
സാലിമും തമ്മിൽ കുറേ ഡിഫറൻസ് മനസ്സിലാവും. നിങ്ങൾ തക്സീർ ഇസ്മുകളെ കയറി നിങ്ങൾ സാലിമായിട്ട് പറയില്ല. ഇപ്പൊ റജുലുനെ കയറി നിങ്ങൾ റജുലൂന എന്നൊന്നും പറയില്ല. ഗ്യാരണ്ടി. ഇൻഷാ അല്ലാ. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ ഇന്ന് വേറെ ഒന്നും എടുക്കുന്നില്ല. ഇനിയിപ്പോൾ ആകെ ഉള്ളത് അസ്മാലി ഷാറയാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം ഇൻഷാ അല്ലാ. പോകെ പോകെ ക്ലിയർ ആവും, അത്രേ ഉള്ളൂ. അത് ഒരു ചെറിയ ക്ലാരിറ്റി കുറവ് അല്ലെങ്കിൽ എന്താ ഒരു പുകമയം പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് പ്ലൂറൽ അങ്ങനെയാണ്. എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സാലിമും തക്സീറും എന്താണെന്നുള്ളത് മാത്രമാണ് ഇപ്പൊ നമ്മൾ നോക്കിയേക്കുന്നത്. സാലിമില് ഊന, ഈന, ഈന, ആത്തുൻ, ആത്തിൻ, ആത്തിൻ, മുദക്കർ, മുഅന്നസ്. അതാണ് ജമ മുദക്കർ സാലിം, ജമ മുഅന്നസ് സാലിം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അതിന്റെ ആപ്ലിക്കേഷൻ ആണ് ഈ ലെസണിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒപ്പം തക്സീർ. തക്സീറിന് നമ്മൾ മുദക്കറോ മുഅന്നസോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. തക്സീറിന്റെ ആകെ പറഞ്ഞേക്കുന്നത് കുറേ സ്കെയിലിൽ, കുറേ രൂപത്തിൽ നമുക്ക് തക്സീറിന്റെ ഇത് കാണാൻ പറ്റും. അത് ഓരോന്നും നമ്മൾ വൊക്കാബുലറി പഠിക്കുക. പുകമയമുണ്ട്, അറിയാം. ഞാനും ആ സ്റ്റേജിൽ കൂടെ കടന്നു വന്ന ആളല്ലേ, അപ്പൊ എനിക്കറിയാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ തുല്ലാബുൻ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ സ്കെയില് പറയാൻ നിങ്ങൾക്ക് തന്നെ പറ്റും. തുല്ലാബുൻ അല്ലെങ്കിൽ തുജാറുൻ എന്നൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിന്റെ പാറ്റേൺ ഏതാന്ന് പറയാൻ പറ്റും. ഫുആലുൻ ആണെന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ റിജാലുൻ പറഞ്ഞാൽ ഫിആലുൻ ആണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഇനി അത് പറഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. അതിന്റെ പാറ്റേൺ കുത്തിയിരുന്ന് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, വേണ്ട. കാണാ പഠിക്കണ്ട. ഞാൻ ആ ബോർഡിൽ എഴുതിയ സ്കെയിലുകൾ ഒന്നും നിങ്ങൾ കാണാൻ പഠിക്കണ്ട. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് വൊക്കാബുലറി പഠിക്കുക. വൊക്കാബുലറി പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ സ്കെയിൽ കാണാൻ പഠിച്ചോളൂ. ഓക്കെ, ഇൻഷാ അല്ലാ. അതുകൊണ്ട് ആ എഴുതിയ തക്സീർ ആയിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവുക. സാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. തക്സീറിന്റെ കേസിൽ കുറേ സ്കെയിൽ ഉണ്ട്, കുറേ പാറ്റേണുകൾ ഉണ്ട്, രൂപങ്ങളുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. ബാക്കി നിങ്ങൾ വൊക്കാബ് പഠിക്കുക. തക്സീർ ഒരു വലിയ ഇതാണ്. കുറേ അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഡിക്ഷണറി ഒക്കെ പഠിക്കുമ്പോഴേ ഓരോന്നിന്റെ പ്ലൂറലൊക്കെ കാണാൻ പറ്റും. നമുക്ക് എല്ലാ വാക്കുകളും എടുത്തു അതിന്റെ പ്ലൂറലൊന്നും നോക്കാൻ പറ്റില്ല. ഈ ബുക്കിൽ വരുന്നു പോകുന്ന വാക്കുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട് പോകുന്നത്. ബാക്കി നിങ്ങൾക്ക് പിന്നീട് ക്ലിയർ ആവും ഇൻഷാ അല്ലാ. ഓക്കെ, സാലിം ക്ലിയർ അല്ലേ? അതാണ് എനിക്ക് വേണ്ടത്. സാലിം ക്ലിയർ ആവുക. ബാക്കി നിങ്ങൾ തക്സീറിന്റെ വൊക്കാബ്സ് പഠിക്കുക. തക്സീറും ഉണ്ടാവും, സാലിമും ഉണ്ടാവും. വൊക്കാബുലറിയിൽ കൂടുതലും തക്സീർ ആയിരിക്കും നിങ്ങൾ കാണുക. യെസ്, കുറേ വാക്കുകൾ അറിയാൻ പറ്റും. യെസ്, അൽഹംദുലില്ലാ. ഡിക്ഷണറി ആക്ച്വലി ആപ്പാണ്. അത് നമ്മൾ സർഫ് കഴിഞ്ഞിട്ടേ ഞാൻ പഠിപ്പിക്കുകയുള്ളൂ ഇൻഷാ അല്ലാ. ഓക്കെ, ഇൻഷാ അല്ലാ നമ്മൾ ഉടനെ അവിടെ എത്തും. ഇപ്പൊ തന്നെ ദാ ബുക്ക് 1 പകുതിയായി. അൽഹംദുലില്ലാ. ഓക്കെ, കുറേ വേർഡ്സ് ഉണ്ട് വൊക്കാബുലറിയിൽ. പറ്റുന്ന അത്രയും അടുത്ത ആഴ്ചത്തേക്ക് നിങ്ങൾ പഠിച്ചു വായോ. നമുക്ക് ലെസൺ തുടങ്ങാം ഇൻഷാ അല്ലാ. പിന്നെ ഒരു ഇസ്മുൽ ഇഷാറയുടെ കാര്യമേ ഉള്ളൂ നമുക്ക് എടുക്കാനായിട്ട്. അതിപ്പോൾ അതും എടുത്ത് നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ ക്ലാരിറ്റി കിട്ടും. ബാക്കിയൊക്കെ കോൺസെപ്റ്റ്സ് റിവൈസ് ചെയ്യാം. മുദാഫ് ഇലൈഹിയുടെ റൂൾസ്, മൗസൂഫ് സിഫയുടെ നിയമങ്ങൾ, ഇസ്മുൽ ഇഷാറ, മുഷാറിൻ ഇലൈഹി, ബദൽ, അത് ആ കോൺസെപ്റ്റുകൾ, ഇസ്മുൽ മൗസൂൽ, സിലത്തുൽ മൗസൂൽ, അതൊക്കെ തന്നെയാണ് ഇനി വരുന്നത്. അതിന്റെ ജമ രൂപത്തിലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതും കണ്ടിട്ടാണ് നമ്മൾ ജമയിലൊക്കെ പോകുന്നത്. അതിലൊന്നും ഒരു മാറ്റം വരില്ല. അതിലേക്ക് നമ്മളെല്ലാം ജമ ഇട്ട് കൊടുക്കുന്നു. മുഫ്രദ് നാമങ്ങളിൽ മാറ്റി ജമ നാമങ്ങളെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് പഠിക്കുന്നത്. ഓക്കെ, അതിലിപ്പോ നിങ്ങൾ സാലിമും തക്സീറും ആയിട്ട് ജമ വരുന്നു. ഇനി കുറച്ച് ലെസൺസ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇനി അടുത്ത ലെവൽ ജമന്റെ വേറൊരു ഡീറ്റെയിലിംഗ് നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ അവിടെ വെക്കുക. ബാക്കി നമുക്ക് ക്ലിയർ ആവും ഇൻഷാ അല്ലാ. ഏതാണ്ട് 4 ലെസൺസോളം ഇത് തന്നെയാണ്, പ്ലൂറലാണ്. പ്ലൂറൽ കംപ്ലീറ്റ് തറുവായതിനു ശേഷമേ നമ്മൾ മുസന്നയിലോട്ട് പോവുള്ളൂ ഇൻഷാ അല്ലാ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഹോംവർക്ക് ചെയ്യാൻ മറക്കരുത്.
ഞാൻ കൂടുതലൊന്നും എടുക്കാത്തതും അതുകൊണ്ടാണ്. സാലിം ഒന്ന് തറവാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാമേ ഇൻഷാ അല്ലാ. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين. ഹോംവർക്കിൻ്റെ ആൻസർ അനലൈസ്. ലാസ്റ്റ് വീക്ക് ഹോംവർക്കിൻ്റെ കാര്യമാണോ ചോദിക്കുന്നത്? ഓക്കെ, ഇൻഷാ അല്ലാ നമുക്കതൊരു ദിവസം ചെയ്യാം. നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കായിരുന്നില്ലേ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ? ഓക്കെ, ഗ്രൂപ്പിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് പ്ലൂറൽസിൻ്റെ ലെസൺ കഴിഞ്ഞിട്ട് അത് നമുക്ക് വേണമെങ്കിൽ അനലൈസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഓടിച്ച് അനലൈസ് ചെയ്ത് തരാം ഇൻഷാ അല്ലാ. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈറൻ, ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.